നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ മുറിഞ്ചകൽ ഗുരുമന്ദിരത്തിന് സമീപമുള്ള റോഡ് നമുക്കൊക്കെ പരിചയമുള്ള ഒരിടമാണ്. ശബരിമല കാലമായതുകൊണ്ട് രാത്രിയിലൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ ആ പാതയിലൂടെ പാഞ്ഞു പോകുന്നു. ഇന്ന് വെളുപ്പിന് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഒരു കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് 4 പേർ. അതും ഒരു കുടുംബത്തിൽപ്പെട്ട 4 പേർ. 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിഞ്ഞ നവംബർ 30-ാം തീയതി. പിന്നീട് മലേഷ്യയിലേക്ക് ഒരു മലേഷ്യൻ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ദമ്പതികളെ കാത്ത് 2 പേരുടെയും അച്ഛന്മാർ കാത്തിരുന്നു എയർപോർട്ടിൽ. ഇരുവരെയും കാറിൽ കയറ്റി നേരെ നാട്ടിലേക്ക്. വീട്ടിലെത്താൻ വെറും 7 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ ദുരന്തം അവരെ വേട്ടയാടിയത്. 4 പേരെയും മരണം കൂട്ടിക്കൊണ്ടുപോയി. കോന്നി മല്ലശ്ശേരി പുത്തൻ തുണ്ടിയിൽ വീട്ടിൽ മത്തായി ഈപ്പൻ എന്ന 65 വയസ്സുള്ളയാൾ, അദ്ദേഹത്തിൻ്റെ മകൻ നിഖിൽ ഈപ്പൻ മത്തായി എന്ന 29-കാരൻ, തെങ്കുംകാവ് പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ് എന്ന 51-കാരൻ, മകൾ അനു ബിജു 26 വയസ്സ്. നിഖിലും അനുവും തമ്മിൽ പ്രണയത്തിലായി 8 വർഷം. നിഖിൽ കാനഡയിൽ ജോലി ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം അനുവിനെയും കൂട്ടി കാനഡയിലേക്ക് പോകാനായിരുന്നു അവരുടെ സ്വപ്നം. ഇരുവരും ഒരേ ഇടവകയിൽപ്പെട്ടവർ. 2 പേരുടെയും പിതാക്കന്മാർ വലിയ സുഹൃത്തുക്കൾ. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം. അനുവിൻ്റെയും നിഖിലിൻ്റെയും ഒക്കെ ഒരുപാട് കാലം നീണ്ടുനിന്ന വലിയ സ്വപ്നം. എന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം നീണ്ടത് വെറും 15 ദിവസം മാത്രം. വിവാഹം കഴിഞ്ഞ് കാനഡയിലെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപ് നിഖിൽ അനുവുമൊത്ത് മലേഷ്യയിലേക്കൊരു ഹണിമൂൺ ട്രിപ്പ്. ഒരേ നാട്ടുകാരായതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ വലിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. 2 പേരും ഒരേ പള്ളിക്കാർ. അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ദമ്പതികളായി അവർ മാറി. ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് പോലീസ് പറയുന്നത്. അശ്രദ്ധമായ ഡ്രൈവിംഗ് ആയിരുന്നു മാരുതി സ്വിഫ്റ്റ് കാറിൻ്റേത് എന്ന് മോട്ടോർ വാഹന വകുപ്പ്. കാർ പൂർണ്ണമായി തകർന്നു. ഏറെ പണിപ്പെട്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. പക്ഷേ 4 പേരും മരിച്ചിരുന്നു. അനുവിന് ഇത്തിരി ജീവന്റെ തുടിപ്പ് കാറിൽ നിന്നെടുക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്നു. ബിജുവാണ് കാർ ഓടിച്ചത് എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്നാൽ സ്ഥിരീകരണമില്ല. 4 പേരും മരിച്ചു. ഇനി എന്തു പറയാൻ? ഇവിടെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. സ്ഥിരം അപകടമുണ്ടാകുന്ന സ്ഥലത്താണ് ഈ അപകടവും നടന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ പുനലൂർ പാതയിൽ ചിലയിടങ്ങളിൽ ഇങ്ങനെ പതിവായി അപകടങ്ങൾ പതിയിരിക്കുന്നു. ഇത് കേരളത്തിലെ മിക്ക റോഡുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥയാണ്. മുമ്പൊക്കെ നമ്മൾ നല്ല റോഡിനു വേണ്ടി വഴക്കുണ്ടാക്കിയിരുന്നു, പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു, അതിനുവേണ്ടി നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കുറേയേറെ നല്ല റോഡുകൾ വന്നിരിക്കുന്നു. എന്നാൽ നല്ല റോഡുകൾ നിലവിൽ വരുമ്പോൾ ശാസ്ത്രീയമായ ഒരു ഡ്രൈവിംഗ് രീതി ഇവിടെ ആരും അവലംബിക്കുന്നില്ല. പലപ്പോഴും ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതും. ഇവിടെ ഒരുപാട് പേർ മനസ്സിലാക്കേണ്ട ഒട്ടനവധി വസ്തുതകളുണ്ട്. കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ 1-2 കാറുകൾ സ്വന്തമായുണ്ട്. മിക്കവരും ഡ്രൈവർമാരാണ്. പണ്ടൊക്കെ ഒരു വീട്ടിൽ നല്ല പ്രാഗൽഭ്യമുള്ളവരായിരുന്നു ഡ്രൈവർമാർ. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നല്ല പ്രാഗൽഭ്യമുള്ള ഡ്രൈവർമാരെ കൂട്ടിക്കൊണ്ടു പോവുക പതിവായിരുന്നു. ഇപ്പോൾ നല്ല റോഡാണ്, മാത്രവുമല്ല മാറി മാറി ഓടിക്കാം എന്നൊക്കെ ധൈര്യത്തിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവർ തന്നെ കാറുമെടുത്ത് ദീർഘദൂര യാത്രയ്ക്ക് പുറപ്പെടും. പലപ്പോഴും ഡ്രൈവിങ്ങിലൊന്നും അത്ര വലിയ എക്സ്പെർട്ടൈസ് ഉണ്ടാവില്ല. ഭരണകൂടത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ സൈൻ ബോർഡുകൾ മിക്കയിടത്തുമില്ല എന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. ലോകത്ത് ഒരിടത്തുമില്ലാത്ത തലത്തിൽ കേരളത്തിലെ റോഡുകളെ വികലമാക്കുന്ന ചില സമീപന രീതികളുണ്ടിവിടെ. ഒന്ന്, സൈൻ ബോർഡുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ കൊണ്ട് വഴിയോരങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഏത് തട്ടുകടയും റോഡിലേക്ക് ഇറക്കി വയ്ക്കാം. അവിടെയൊക്കെ വലിയ തോരണങ്ങൾ ചാർത്താം. അവിടെ വലിയ ഫ്ലെക്സ് ബോർഡുകളും വലിയ ബോർഡുകളുമൊക്കെ നിരത്തി വയ്ക്കാം. പലപ്പോഴും നമ്മുടെ ദൃഷ്ടി മറയുന്ന തരത്തിലാണ് റോഡ് സൈഡിലുള്ള ഇമാതിരി ഏർപ്പാടുകൾ. പാർട്ടിക്കാർക്കൊക്കെ യഥേഷ്ടം വിലസാവുന്ന മേഖലയാണ് റോഡിൻ്റെ ഇരുവശവും. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പല സ്ഥലങ്ങളിലും സ്പീഡ് ബ്രേക്കർ ഇല്ലാത്തതും അലൈൻമെൻറ്റ് ശരിയല്ലാത്തതുമൊക്കെ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ കോന്നിയിൽ നടന്ന ഈ 4 പേർ മരിച്ച അപകടത്തിന് പുറമെ എത്ര അപകടങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ കഴിഞ്ഞയാഴ്ച വലിയ വിഷമമുണ്ടാക്കി കടന്നുപോയത്. ആലപ്പുഴയിലെ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ,
അങ്ങ് മലപ്പുറം ജില്ലയിലുണ്ടായ അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥിനികൾ, കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ ഇക്കഴിഞ്ഞ ആഴ്ച നടന്ന അപകടങ്ങൾ, എത്രയെത്ര മരണങ്ങളാണ് ഓരോ ദിവസവും ചെറുവാർത്തകളായി നമുക്ക് മുന്നിൽ നിറയുന്നത്. 4-5 പേർ മരിച്ചാൽ അതൊക്കെ വലിയ വാർത്തകളാകും. 1-2 പേർ മരിച്ചാൽ അതിന് വലിയ വാർത്താ പ്രാധാന്യമില്ല എന്നതാണ് കേരളത്തിലെ അവസ്ഥ. റോഡിലിറങ്ങിയാൽ തിരിച്ച് ജീവനും കൊണ്ട് വീട്ടിലെത്തുമോ എന്ന കാര്യം പോലും ഭയക്കണം. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. മുമ്പൊക്കെ കേരളത്തിലെ റോഡുകളിൽ വലിയ ടോറസ് വണ്ടികളൊന്നും കാണാനില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് കോറി മാഫിയാണ്. അവരുടെ ടോറസ് വണ്ടികൾ കൊണ്ട് പലപ്പോഴും രാത്രികൾ നിറയും ഈ റോഡുകൾ. ഒരു ടോറസ് വാഹനത്തെ മറികടന്ന് മുന്നോട്ട് കടക്കാൻ അത്ര പ്രാഗൽഭ്യമില്ലാത്ത ഡ്രൈവർക്ക് അത്ര എളുപ്പമല്ല. പലപ്പോഴും അമിത വേഗതയിലാണ് ഈ ടോറസുകൾ കുതിക്കുന്നത്. ഇനി ശബരിമല സീസണായാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, അവർക്കൊന്നും നമ്മുടെ വഴിയെക്കുറിച്ച് അത്ര നിശ്ചയമില്ല. ഒരു നല്ല വഴി കാണുമ്പോൾ തമിഴ്നാട് റോഡ് പോലെ ഏറെക്കുറെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് എന്ന് കരുതി റോഡിലൂടെ അവർ പാഞ്ഞു പോകും. പെട്ടെന്ന് വളവ് കാണുമ്പോൾ ചവിട്ടുകയും അപകടമുണ്ടാവുകയും ഒക്കെ പതിവാണ്. ഇവിടെ പക്ഷേ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് എന്ന് നാട്ടുകാർ പറയുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാവാം ഇവിടെ അപകടത്തിന് കാരണം. അതിനുള്ള സാധ്യതകളാണ് ഏറെ. മലേഷ്യയിൽ നിന്ന് ഹണിമൂൺ കഴിഞ്ഞെത്തിയ ദമ്പതികളെ കൂട്ടിക്കൊണ്ടുവരാനാണ് 2 പേരുടെയും പിതാക്കന്മാർ ഒരുമിച്ച് എയർപോർട്ടിലേക്ക് പോയത്. അവർ വഴിയിൽ മിനുങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത്തരം ശീലങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വൈകുന്നേരം ഉറക്കമിളച്ച് നേരെ എയർപോർട്ടിലേക്ക്. പിന്നീട് ഒരു തരിമ്പ് പുറങ്ങാതെ അവർ തിരിച്ച് വാഹനമോടിക്കുന്നു. വീടിനടുത്ത് വരെ ഒരുവിധം പിടിച്ചു നിന്നു. എത്ര ഉറക്കം വന്നാലും വീടിനടുത്തെത്തിയല്ലോ എന്ന് കരുതി ഉറക്കം അവഗണിച്ചത് തന്നെയാകാം ഈ അപകടത്തിന് പിന്നിൽ. ഇത്രയധികം ഉറക്കം ഡ്രൈവിങ്ങിനെ തടസ്സപ്പെടുത്തുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്ക് വാഹനം ഏൽപ്പിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ബുദ്ധി. ഉറങ്ങിപ്പോയി ബസ്സിനടിയിലേക്ക് ചെന്ന് കയറി എന്ന അനുമാനമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. ഇതിൽ എത്ര വാസ്തവമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ഇനി ബസ്സുകാരൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ, മറ്റേതെങ്കിലും വാഹനമോ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിയോ ഇനി റോഡിന് കുറുകെ ചാടിയോ, ഇത്തരം വിവരങ്ങളൊന്നും നമുക്ക് നിശ്ചയമില്ല. അപകടം നടന്നു, 4 പേർ പോയി എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം വെളുപ്പിന് 4:30-ക്കാണ് അപകടം നടന്നിരിക്കുന്നത്. തൊട്ടടുത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും കാണുന്നില്ല. മുറിഞ്ഞകല്ലിൽ ചെറിയ വളവും റോഡിന്റെ മിനുസവും കാരണം വാഹനങ്ങൾ തെന്നിമാറിയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. 2 മാസം മുൻപ് അപകടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ മരിച്ചിരുന്നു. സ്ഥിരം അപകടങ്ങൾ നടന്നിട്ടും അധികൃതർ ഇക്കാര്യം പരിഗണിക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. മലേഷ്യയിൽ നിന്നെത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകുമെന്ന് മത്തായി ഈപ്പനും ബിജുവും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം അവർ മക്കളെയും അറിയിച്ചു. രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത്. വീട്ടിലെത്തിയതിനു ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കുകയായിരുന്നു അവരുടെ പരിപാടി. അപകടമുണ്ടായ ഭാഗത്ത് റോഡിന് വീതിക്കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിരന്തരം ഇവിടെ അപകടങ്ങൾ നടക്കുന്നുവത്രേ. മണിമലയ്ക്കടുത്തും ഇത്തരമൊരു അപകട മേഖലയുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അപകടങ്ങൾ പതിവാണ്. നേരത്തെ വാഹനത്തിരക്ക് വളരെ കുറവായിരുന്നു. ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് MC റോഡിൽ വലിയ വാഹനത്തിരക്കുണ്ട്. അത് മനസ്സിലാക്കിയ പലരും ആയൂരിൽ നിന്ന് നേരെ പുനലൂർ വഴി പത്തനംതിട്ട കൂടി മൂവാറ്റുപുഴ റോഡിലൂടെ യാത്ര ചെയ്യുക ഇപ്പോൾ പതിവാണ്. കേരളത്തിലെ റോഡുകളിൽ വാഹനമോടിക്കാൻ ഡ്രൈവർമാർക്ക് തികഞ്ഞ പരിശീലനം നൽകിയേ മതിയാവൂ. മിക്ക അപകടങ്ങൾക്കും കാരണം ഡ്രൈവറുടെ പ്രാഗൽഭ്യമില്ലായ്മ മാത്രമാണ്. പല സ്ഥലങ്ങളിലും അശ്രദ്ധയും അമിത വേഗതയുമൊക്കെ അപകടമുണ്ടാക്കുന്നു. അമിത വേഗത പോലെ തന്നെ കുറഞ്ഞ വേഗതയും അപകടത്തിന് കാരണമാകുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ മിക്കവരും റോഡിന്റെ നടുവിലൂടെയാണ് യാത്ര തുടരുന്നത്. ഇത് കാറുകളും മറ്റു വാഹനങ്ങളുമൊക്കെ ഓടിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ട് വെട്ടിത്തിരിച്ചാലോ നേരെ എതിർവശത്തൂടെ ഒരു വാഹനം അശ്രദ്ധമായി ഓടിച്ചു വന്നാലോ ഈ ഇരുചക്ര വാഹനങ്ങൾ പെട്ടെന്ന് ഇടതുവശത്തേക്ക് വെട്ടിക്കും. അപ്പോൾ ചിലപ്പോൾ ഇടതുവശത്തെ ലൈനിലൂടെ കടന്നു വരുന്ന വാഹനത്തിന് മുന്നിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അതുമാത്രമാണ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഏക പോംവഴി. പരമാവധി ബസ് ബേകൾ നിർമ്മിക്കുക, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക, ഇതൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിലെ നിരത്തുകൾ അത്ര വലിയ അപകട കെണികളായി മാറിയിരിക്കുന്നു. കുരുതിക്കളം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഓരോ ദിവസവും നടക്കുന്ന അപകടങ്ങളിൽ മരിച്ചാൽ ചിലപ്പോൾ പത്രങ്ങളിൽ വാർത്ത വരും.
കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് പിന്നീട് എഴുന്നേൽക്കാൻ കഴിയാതെ എത്രയധികം ആളുകളാണ് ആശുപത്രികളിൽ അഭയം തേടിയിരിക്കുന്നത്, പിന്നീട് വീടുകളിൽ ബെഡ്രിഡനായി ജീവിക്കേണ്ടി വരുന്നത്. കേരളത്തിൽ ഇത്രയധികം ആശുപത്രികൾ പടർന്ന് പന്തലിക്കുന്നതിൻ്റെ മുഖ്യ കാരണവും ഇത്തരം റോഡ് അപകടങ്ങൾ തന്നെ. തിരുവനന്തപുരത്തൊക്കെ എല്ലിൻ്റെ പ്രത്യേക ആശുപത്രികൾ തന്നെയുണ്ട്. അവർക്കൊക്കെ വലിയ വരുമാനവുമാണ്. അപകടങ്ങളിൽപ്പെട്ട് ശരീരത്തിന് ഒടിവും ചതവും പറ്റുന്നവരാണ് ഇവരുടെയൊക്കെ മുഖ്യ വരുമാന മാർഗം. ഒരു വശത്ത് അപകടങ്ങൾ വ്യവസായമാക്കുന്നവർ, മറുവശത്ത് കുരുതിക്കളമൊരുക്കുന്നവർ, എല്ലാവരും കൂടി ഇങ്ങനെ കേരളത്തെ കൊന്ന് നശിപ്പിക്കുകയാണ്. അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനമോടിച്ചതാണ് കോന്നിയിലെ അപകടത്തിന് കാരണമെന്ന് FIR. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് FIR എടുത്തു പറയുന്നു. സംഭവ സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കാറുണ്ട്. കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വശത്തേക്ക് വാഹനമൊതുക്കിയെന്നാണ് ബസ് ഡ്രൈവറുടെ മൊഴി. പക്ഷെ കാർ ഇടിച്ചു കയറി. ബസ് സാധാരണ വേഗത്തിൽ മാത്രമായിരുന്നുവെന്ന് ഡ്രൈവർ സതീഷ് പറയുന്നു. ബസ്സിലുണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകർ. അവർക്ക് നിസ്സാര പരിക്കുകളേറ്റു. റോഡുകളുടെ അപകട സാഹചര്യം കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിന് നിശ്ചിത ഇടവേളകളിൽ ഓഡിറ്റ് നിർബന്ധമാണ്. റോഡ് സുരക്ഷാ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവർ അപകട സാധ്യതയുള്ള സ്ഥലം നേരിട്ട് പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കേണ്ടതുണ്ട്. എന്നാൽ റോഡുകളുടെ ചുമതലയുള്ള പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചുരുക്കം ചിലർക്ക് മാത്രമാണ് റോഡ് സുരക്ഷയിൽ പോലും പരിശീലനം കിട്ടിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയെക്കുറിച്ചും വികലമായ പല അഭിപ്രായങ്ങളും ജനങ്ങൾക്കിടയിലുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പലപ്പോഴും ദേശീയപാത ഒരുക്കുന്നത് എന്ന വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു. പോലീസ് നൽകുന്ന അപകട കണക്ക് നോക്കി സ്ഥിരം അപകട മേഖല കണ്ടെത്തി ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിക്കുകയും അവിടെ കർശന നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന, പോലീസ്, റവന്യൂ, തദ്ദേശ, പൊതുമരാമത്ത് വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ റോഡുകളുടെ വീതി കൂട്ടുന്ന കാര്യവും പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. റോഡിന്റെ സാഹചര്യങ്ങൾ രാത്രിയിലും പകലും ഒരുപോലെ ഡ്രൈവർമാരെ അറിയിക്കാനുള്ള ക്രമീകരണങ്ങളൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ. റോഡ് സുരക്ഷ ഉറപ്പാക്കി വേണം റോഡ് രൂപകൽപ്പനയും നവീകരണവുമൊക്കെ. വളവ്, കയറ്റം, ഇറക്കം, ഇടുങ്ങിയ ഭാഗം, വീതിയില്ലാത്ത പാലം എന്നിവ സുരക്ഷിതമാക്കാനുള്ള മാർഗരേഖ രൂപരേഖയിലുണ്ടാകണം. കൂടലപകടം കേരളത്തെ നടക്കുന്നു. 4 ജീവനുകളാണ് അതിരാവിലെ പൊലിഞ്ഞത്. പാലക്കാട് 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപേ വീണ്ടും കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദുരന്ത വാർത്ത. ഇത്തരം വാർത്തകൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണാൻ കണ്ണില്ലേ ഈ ഭരണകൂടത്തിന്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത, ഇൻസൈഡ്.